ഇന്ന് കടുവണ്ണൻ്റെ ഒരു ഗംഭീര പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പടത്തിൽ വിൽ സ്മിത്ത് ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തിനാണാവോ? ആ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ധ്യാൻ ചേട്ടനെ വെച്ചിട്ട് ഒരു 35 സിനിമ ചെയ്താനെ. പടം തുടങ്ങുന്നത് നമ്മുടെ ബോളിവുഡിലെ നെപ്പോകളുടെ ഒരു കോളേജ് കാട്ടിയിട്ടാണ് പടം തുടങ്ങുന്നത്. അവിടെ ഒരു കബഡി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പെണ്ണ് നമ്മുടെ കടുവണ്ണനെ വിളിക്കും, കടുവേ. കടുവണ്ണൻ അത് കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ചാടി വന്നിട്ട് ആ കളി അങ്ങ് ജയിക്കും. പിന്നെയാണ് അറിയണ ഗൈസ്, ഇത് നമ്മുടെ കടുവണ്ണൻ സ്വപ്നം കണ്ടതാ. കടുവണ്ണൻ്റെ കോളേജിൽ കടുവണ്ണന് ഒരു ലൈൻ ഉണ്ടായിരുന്നു. അവൾക്ക് നെപ്പോകളുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ നമ്മുടെ കടുവണ്ണനെ വിട്ടു പോവും ഗൈസ്. It's my life, it's now or never. But I ain't gonna wait forever. I just want to live while I'm alive. കടുവണ്ണൻ്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാണ്ട് കടുവണ്ണൻ്റെ അപ്പൻ കടുവണ്ണന് പുതിയൊരു സീറ്റ് ആ നെപ്പോ കോളേജിൽ വാങ്ങി കൊടുക്കും. സീറ്റ് കിട്ടിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് കടുവണ്ണൻ ക്രഷിൻ്റെ വീട്ടിലേക്ക് പോവും. നമ്മളൊക്കെ ആണെങ്കിൽ വല്ല സൈക്കിളിലോ നടന്ന ബൈക്കിലോ എങ്ങനെയെങ്കിലും പോവും. നമ്മുടെ കടുവണ്ണൻ വ്യത്യസ്തനാണ് ഗൈസ്. വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി ചാടി തല കുത്തി മറിഞ്ഞ് വീട്ടിലേക്ക് പോവും. കടുവണ്ണൻ എന്നിട്ട് ക്രഷിൻ്റെ വീട്ടിലെത്തുമ്പോൾ ക്രഷ് ഉറങ്ങായിരിക്കും. അപ്പോൾ കടുവണ്ണൻ തിരിച്ചു പോവും. പിന്നെ അടുത്ത ദിവസം കടുവണ്ണൻ കോളേജിലേക്ക് പോവും. കോളേജിലേക്ക് പോകുമ്പോൾ കടുവണ്ണൻ ക്രഷിനെ കാണും. ക്രഷിനെ കാണുമ്പോൾ ക്രഷ് കടുവണ്ണനോട് പിന്നെ എനിക്ക് ഒരു ക്രഷും ഇല്ല എന്ന് പറയും. അങ്ങനെ കടുവണ്ണൻ ആകെ സാഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കടുവണ്ണൻ പാണ്ഡ ചേച്ചീനെ കാണും. പാണ്ഡ ചേച്ചി അവിടെ ഡാൻസ് കളിക്കണം. പാണ്ഡ ചേച്ചീനെ കണ്ട് ക്രഷ് അടിച്ചിട്ട് നമ്മുടെ കടുവണ്ണൻ പിറ്റേ ദിവസം പാണ്ഡ ചേച്ചീനെ പ്രപ്പോസ് ചെയ്യാൻ പോകും. പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ പാണ്ഡ ചേച്ചി പോയി പണി നോക്കാൻ പറയും. പിന്നെ ഒരു ദിവസം നമ്മുടെ കടുവണ്ണൻ സ്പോർട്സിൽ ചേർന്നാലോ എന്ന് തീരുമാനിക്കും. എന്നിട്ട് സ്പോർട്സ് ടീച്ചറുടെ അടുത്തേക്ക് പോവും. എന്നിട്ട് സ്പോർട്സ് ടീച്ചറെ ഇംപ്രസ് ചെയ്യാനായിട്ട് മൂപ്പരെ മസിലൊക്കെ കാണിക്കും. ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയായിട്ട് കാണിക്കരുത്. ഞാൻ ആൻഡ്രോയിഡ് ഇട്ടിട്ടുണ്ടാ, ചുമ്മാ ദൈവത്താണ് ഇട്ടിട്ടുണ്ട്. എന്താ കാണാ? എനിക്ക് വിശ്വാസമില്ല. കടുവണ്ണൻ്റെ മസിൽ കണ്ട് ഇംപ്രസ് ആയിട്ട് സ്പോർട്സ് ടീച്ചർ നമ്മുടെ കടുവണ്ണനെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കും. അപ്പം നമ്മുടെ കടുവണ്ണനെ ഓടിയിട്ട് ഫസ്റ്റ് എത്തും. അത് നമ്മുടെ കടുവണ്ണൻ്റെ വാവ കാണും. കടുവണ്ണൻ്റെ വാവ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കടുവണ്ണനോട് ക്രഷ് തോന്നും. ഓ തേരി ജലക ശർഫി ശ്രീവല്ലീനെ നാമടക്ക് ബർഫി. ഗൈസ്, പിന്നെ ഈ പടത്തിലെ കോളേജ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജാട്ടാ. ഇവിടെ ഒരു ക്ലാസ് റൂം പോലും ഇല്ല. ഫുൾ ടൈം ഡാൻസ്, സ്പോർട്സ്, വീണ്ടും ഡാൻസ്, സ്പോർട്സ്. ഒരു ക്ലാസ് റൂം പോലും ഇല്ലാത്ത കോളേജാ. ഇതൊന്നും പോരാണ്ട് ഒരു ഡാൻസ് ബാറും കൂടി ഉണ്ട് ഈ കോളേജിൽ. ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. ഒരു ദിവസം നമ്മുടെ കടുവണ്ണൻ്റെ കൈമ വാവയുടെ പേര് പച്ച കുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് കടുവണ്ണൻ്റെ വാവ പുറത്തേക്ക് പോവും. അപ്പം കടുവണ്ണനും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കടുവണ്ണൻ്റെ വാവ വേറെ ആളുടെ കൂടെ നിൽക്കണ്. പേടിക്കണ്ട കടുവണ്ണ, ആ പച്ച കുത്തി അവിടെ വല്ല പഴുതാരിയ പൂച്ചയാ പട്ടിയ എന്തെങ്കിലും ആക്കിയാൽ മതി, സീനില്ല. കടുവണ്ണൻ എന്നിട്ട് കോളേജിൽ നിന്ന് TC വാങ്ങും. കോളേജിൽ വെച്ചിട്ട് നമ്മുടെ കടുവണ്ണൻ രാത്രി തല്ലിയവൻ അവിടെ ഉണ്ടാവും. അവൻ നമ്മുടെ കടുവണ്ണനെ ചവിട്ടി കൂട്ടും കോളേജിൽ വെച്ചിട്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. പിന്നെ നമ്മുടെ കടുവണ്ണൻ പഴയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് നെപ്പോ കോളേജിൽ വന്നിട്ട് ചലഞ്ച് ചെയ്യും. കോളേജ് ടൂർണമെന്റിൽ നിങ്ങളുടെ കോളേജിന് നിങ്ങളെയും തോൽപ്പിക്കുമെന്ന് പറയും. കടുവണ്ണൻ്റെ മാസ് കാണുമ്പോൾ പാണ്ഡ ചേച്ചിക്ക് ക്രഷ് അടിക്കും നമ്മുടെ കടുവണ്ണനോട്. എന്നിട്ട് കടുവണ്ണന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. പിന്നെ ഒരു ദിവസം പാണ്ഡ ചേച്ചി നമ്മുടെ കടുവണ്ണൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ടെറസിൻ്റെ മുകളിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഡാൻസ് കളിക്കും. അപ്പം പഞ്ചായത്തിലുള്ളവരൊക്കെ നോക്കിയിരിക്കും. എന്നിട്ട് ഇവർ ഡാൻസ് കളിക്കും. ആ പഞ്ചായത്തിലുള്ളവരൊക്കെ കട്ട സപ്പോർട്ടാണ് ഗൈസ്. ഇതൊക്കെയാണ് പഞ്ചായത്ത്. നമുക്കുണ്ട് കുറെ പേട്ട പഞ്ചായത്ത്, ഒരു കാര്യമില്ലേ വെറുതെ. നമ്മുടെ കടുവണ്ണനും പാണ്ഡ ചേച്ചിയും ഡാൻസ് കളിച്ച അവസാനം ലവ് ആവും ഗൈസ്.
அடியஞ்சர மணிக்கு ஜிஞ்சரு சோழ தருவேன் நான் உனக்கு நான் பார்த்த ஒரு தலை நீதானே உன்னாலே தருதல நான் தானே அந்த நேர்ப்புള്ള விழுந்த ரேഷൻ അരസി പുഴുവനാണേ. പിന്നെ കോളേജിലെ സ്പോർട്സ് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കടുവണ്ണൻ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കും, ജയിക്കും. പിന്നെ കബഡി മത്സരത്തിൽ പങ്കെടുക്കും, ജയിക്കും. പിന്നെ നമ്മുടെ കടുവണ്ണൻ കപ്പടിക്കും. അങ്ങനെ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടുവണ്ണൻ ആലിയ ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ പോവും. അങ്ങനെ പടം തീരും.